തപസ് ചെയ്യാൻ വേണ്ടി പോയി എന്നാണ്. എന്തിനു വേണ്ടിയിട്ട്? സൃഷ്ടി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. അവിടെ ചെന്ന് അദ്ദേഹം അസ്തോഷീതം സഗുഹ്യേന ഭഗവന്തമതോക്ഷജം തുഭ്യം ദദപിദാസ്യാമി കസ്യാദുഷ്യൽ യദോഹരി. അവിടെ വെച്ച് അദ്ദേഹം ഹംസഗുഹ്യം എന്ന് പറയുന്നൊരു സ്തോത്രം ചൊല്ലിക്കൊണ്ട് ഭഗവാനെ സന്തോഷിപ്പിച്ചു, ഭഗവാനെ ഉപാസിച്ചു എന്നാണ്. അതാണ് ഭാഗവതത്തിലെ 6-ാമത്തെ സ്കന്ധത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ വരുന്ന ഈ ഹംസഗീതം. ഹംസഗീതം എന്ന് പറഞ്ഞാൽ ഇവിടെ ഹംസ ഗുഹ്യഗീതം, അതാണ് അതിനെ പറയുക. പ്രജാപതിരുവാച, പ്രജാപതി എന്ന് പറഞ്ഞാൽ ഇവിടെ ദക്ഷ പ്രജാപതി. അപ്പൊ ദക്ഷൻ ഭഗവാനെ സ്തുതിക്കുകയാണ്. നമപരായ വിദദാനുഭൂതയേ ഗുണത്രയാഭാസ നിമിത്ത ബന്ധവേ അധിഷ്ഠതാംനേ ഗുണതത്വബുദ്ധിഭിർ നിവൃത്തമാനായ ദദേ സ്വയംഭുവേ. നമപരായ വിദദാനുഭൂതയെ, എല്ലാവരിലും അനുഭൂതയെ, എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന, എല്ലാവരിലും ധാരാളം പരിപൂർണമായി നിറഞ്ഞിരിക്കുന്ന ഗുണത്രയാഭാസം, ഗുണത്രയങ്ങളിൽ അതീതമായി ഗുണത്രയങ്ങളെ പ്രകാശിപ്പിക്കുന്ന നിമിത്തബന്ധവേ, മനസ്സാകുന്ന ശക്തി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന, എന്നാൽ അധിഷ്ഠതാംനേ, കണ്ണുകൊണ്ടോ മറ്റോ കാണാൻ സാധിക്കാത്ത ഗുണതത്വബുദ്ധിഭിർ നിവൃത്തമാനായ, ഏതൊരു വ്യക്തിയാണോ തൻ്റെ മനസ്സിനെ ആ തത്വത്തിലേക്ക് നിവൃത്തി ചെയ്യുന്നത്, കൊണ്ടുവരുന്നത്, അതിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്നത്, അവർക്കറിയാൻ സാധിക്കുന്ന സ്വയംഭൂവായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. ഇതൊക്കെ പറയുമ്പം ആരെയായിട്ടാണ് കാണുന്നത്? ഭഗവാൻ എവിടെയായിട്ടാണ് കാണുന്നത്? ഭാഗവതത്തിൽ ഓരോ ശ്ലോകങ്ങളും സ്തുതികളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലല്ലോ, ഭഗവാനെ സ്തുതിക്കുമ്പോൾ അവർ സ്തുതിച്ചതൊന്നും അവരിൽ നിന്നും അന്യമായൊരു ഭഗവാനെയല്ല. അപ്പം ഈ ശരീരത്തെ നിലനിർത്തുന്നത് മനസ്സിനെ നിലനിർത്തുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യം. ഇത് നമ്മുടെ ഉള്ളിൽ നല്ലവണ്ണം ഉറയ്ക്കണം. അപ്പം നമ്മുടെ ശരീരത്തെ നിലനിർത്തുന്നത് ആരോഗ്യമുള്ളൊരു മനസ്സാണ്. അത് നമുക്ക് ബോധ്യം വരണമെങ്കിലുണ്ടല്ലോ, നമ്മൾ ഈ മെൻ്റൽ ആയിട്ടുള്ള ആളുകളെ നോക്കിയാൽ മതി. മാനസികമായി വിഭ്രാന്തി വന്ന ആളുകളെ, മനസ്സിൻ്റെ താളം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ശരീരബോധം തന്നെ ഇല്ല. വസ്ത്രം മര്യാദയ്ക്ക് ഉടുക്കില്ല, പല്ല് തേക്കില്ല, കുളിയില്ല. ഉണ്ടോ ഇല്ലയോ? മനസ്സിൻ്റെ താളം തെറ്റിക്കഴിഞ്ഞാൽ കഴിഞ്ഞു അതൊക്കെ. അപ്പം ഇപ്പോൾ നമ്മളിതൊക്കെ ശ്രദ്ധാപൂർവം കൊണ്ടു നടക്കുന്നതിന് കാരണം നമ്മുടെ മനസ്സ് ബാലൻസ്ഡ് മനസ്സാണ്. അപ്പം ഈ ശരീരത്തെ ആരാ കൊണ്ടു നടക്കുന്നത്? മനസ്സ് തന്നെയാണ്. അത് നമ്മളാരും ശ്രദ്ധിക്കാറില്ല ഇതൊന്നും. മനസ്സെന്ന് പറയുന്ന ശക്തിയാണ് ഇതിനെ ഉണർത്തുന്നത്, ഇതിനെ പ്രവർത്തിപ്പിക്കുന്നത്, ഇതിൻ്റെ ആരോഗ്യത്തെ കൊണ്ട് നടക്കുന്നൊക്കെ മനസ്സാണ്. ശരീരത്തിൻ്റെ ആരോഗ്യം പോലും നിശ്ചയിക്കുന്നത് ആരോഗ്യമുള്ള മനസ്സാണ്. നിങ്ങളൊരു സാധനം കഴിച്ചിട്ട് നിങ്ങൾക്ക് ചെറിയൊരു സംശയം തോന്നിയാൽ മതി, അതിലെന്തോ ഉണ്ടോ. അന്നത്തെ ദിവസം നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, കഴിച്ച ഭക്ഷണമൊക്കെ പുറത്തേക്ക് വരുത്താൻ പ്രയാസമില്ല. അമ്മായിയമ്മയും മരുമകളും കൂടി കല്യാണത്തിന് പോയിട്ട് ലാസ്റ്റ് റൗണ്ടിൽ അമ്മായിയമ്മ ഇരിക്കുന്നത്, മരുമകൾ ഇരുന്നിട്ടില്ല. അപ്പോഴാണ് അമ്മായിയമ്മ പായസം കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മരുമകൾ വന്ന് ചോദിക്കുന്നത്, കുടിച്ചു അമ്മയെന്ന്. പറഞ്ഞു, കുടിച്ചുവല്ലോ. എന്തു പറ്റി? അല്ല, കുടിച്ചു എന്നുണ്ടെങ്കിൽ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല പോരെ. അപ്പോഴേക്കും അമ്മായിയമ്മയുടെ തലയിലേക്ക് എന്തോ കയറി. എന്ത് പറ്റി? പായസത്തിന് എന്താ ഉള്ളത്? ഒന്നുമില്ല, കുടിച്ചു കഴിഞ്ഞില്ല, ഇനിയിപ്പോൾ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പറയടി, എന്താ അതിന് പറ്റി? ഒന്നുമില്ല അമ്മ കഴിച്ചോളൂ. കുടിച്ചു കഴിഞ്ഞില്ല, ഇനിയിപ്പോൾ എന്താ പറഞ്ഞിട്ട് കാര്യം? അപ്പോഴേക്കും അമ്മായിയമ്മയ്ക്ക് ഇങ്ങോട്ട് വരാൻ തുടങ്ങി. കാര്യമായിട്ട് അതിലെന്തോ കുഴപ്പമുള്ളതുപോലെ. കാരണം പായസത്തിൻ്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ലല്ലോ ഏതാന്നുള്ളത്. അമ്മായിയമ്മയ്ക്ക് ആകെ അസ്വസ്ഥയായി. അമ്മായിയമ്മ ചോദിച്ചു, എന്തു പറ്റി? അമ്മ ഒന്നും പറ്റിയിട്ടില്ല, അത് അമ്മ കഴിച്ചു കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് കുടിക്കാമെന്ന് വെച്ചിട്ടാണ്. അടുക്കളയിൽ ചെന്നപ്പോൾ പറഞ്ഞു പായസം കഴിഞ്ഞു വന്നു. അപ്പം അമ്മായിയമ്മ ഒരു നോട്ടം, എന്നാൽ ഇത് നേരത്തെ കൂടെ എഴുന്നള്ളിക്കായിരുന്നില്ലേ, അത് ഇത്ര വരെ എത്തിയിരിക്കുകയാണേ. അപ്പം നോക്കൂ, മനസ്സിലെ ഒരു ചിന്തയ്ക്ക് വേണമെങ്കിൽ നമ്മൾ കഴിച്ച സാധനം പോലും പോയിസൺ ആക്കാൻ സാധിക്കും ഇല്ലേ? അപ്പം മനസ്സെന്ന് പറയുന്ന ശക്തി, ആ ശക്തിയാണ് ശരീരത്തെ നിലനിർത്തുന്നത്. അപ്പോൾ മനസ്സിനെ ആരാ നിലനിർത്തുന്നത്? അത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യമാണ്. അതാണ് നമ്മുടെ ശക്തിയുടെ എല്ലാം സോഴ്സ് എന്ന് പറയുന്നത്. അതിനെയാണെങ്കിലോ അദൃഷ്ടം, അതിനെ ഒന്നും
കാണാൻ സാധ്യമല്ല. അതെന്തുകൊണ്ടാണ് കാണാൻ സാധിക്കാത്തത്? കാരണം മനസ്സിന് വല്ലതും കാണണമെങ്കിൽ രൂപങ്ങളെ കാണാൻ സാധിക്കുള്ളൂ. എന്നാൽ ഈ ശക്തിയെ സംബന്ധിച്ചോ അതിന് യാതൊരു രൂപങ്ങളും ഇല്ല. അപ്പം രൂപത്തിനതീതമായ ശക്തിയെ കാണാൻ സാധ്യമല്ലെങ്കിലും അതിനെന്ത് ചെയ്യാൻ പറ്റും? അനുഭവിക്കാൻ സാധിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് നയസ്യ സഖ്യം പുരുഷോ വൈരി സഖ്യൂ സഖാവസൻ സംവസത പുരേസ്മിൻ ഗുണോ യഥാ ഗുണിനോ വ്യക്തദൃഷ്ടേ തസ്മൈ മഹേശായ നമസ്കരോമി. നയസ്യ സഖ്യം പുരുഷോ അവൈതി സഖ്യൂ. ഈ ജീവനായ ഉള്ളിൽ വസിക്കുന്ന ജീവനായിരിക്കുന്ന ആ പരമസത്യം, ഈ ദേഹത്തിൽ വസിക്കുന്ന അവനെ സഖ്യം പുരുഷോ അവൈതി സഖ്യു ഗുണായതാ ഗുണിനോ വ്യക്തദൃഷ്ടേ. ഈ മനസ്സും അതുപോലെ തന്നെ മനസ്സിൻ്റെ വ്യാപാരങ്ങളും വിചാരങ്ങളുമെല്ലാം അവർക്കൊന്നും ഇതിനോട് ചേരാൻ സാധ്യമല്ല. ഈ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനോട് സഖ്യമുണ്ടാക്കാൻ സാധ്യമല്ല. എന്നാൽ അവൻ്റെ സാന്നിധ്യത്തിലാണ് ഇവരൊക്കെ സഖാക്കളായിട്ട് നിൽക്കുന്നത്. ഭഗവാന്റെ സാന്നിധ്യത്തിലാണ് ഇവരൊക്കെ നിൽക്കുന്നതെങ്കിൽ, എന്നാൽ ഭഗവാനെ നിലനിൽക്കാൻ ആര് വേണ്ട? ഇവരൊന്നും വേണ്ട. അതായത് ഒരു വസ്ത്രത്തിന് നിലനിൽക്കാൻ നൂല് വേണം, എന്നാൽ നൂലിന് നിലനിൽക്കാൻ വസ്ത്രം വേണ്ട. ശ്രദ്ധിക്കണേ, ഒരു ആഭരണത്തിന് നിലനിൽക്കാൻ സ്വർണം വേണം, പക്ഷെ സ്വർണത്തിന് നിലനിൽക്കാൻ ആഭരണം വേണ്ട. ഒരു മൺപാത്രത്തിന് നിലനിൽക്കാൻ മണ്ണ് വേണം, പക്ഷേ മണ്ണിന് നിലനിൽക്കാൻ മൺപാത്രം വേണ്ട. ഇതുപോലെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആ ശക്തിയാകുന്ന ചൈതന്യത്തിന് നിലനിൽക്കാൻ മനസ്സും വേണ്ട, ശരീരവും വേണ്ട. പക്ഷെ മനസ്സും ശരീരവും നിലനിൽക്കണമെങ്കിലോ ആ ചൈതന്യം കൂടിയേ സാധിക്കുള്ളൂ. അതുകൊണ്ട് അവൻ അവരിൽ നിന്നൊക്കെ വിട്ടിട്ടാണ്, എന്നാൽ അവരൊക്കെ അതിനോട് ചേർന്നിരിക്കുന്നു എന്ന് പറയാണ്. എന്നിട്ട് പറയുന്നു അടുത്തതിൽ, ദേഹോ സവോക്ഷാ മനവോ ഭൂതമാത്ര നാത്മാനമന്യം ച വിദുഃപരം യൽ സർവം പുമാൻ വേദ ഗുണാംശതജ്ഞോ ന വേദ സർവജ്ഞമനന്തമീരേ. ദേഹോ അസോ അക്ഷ മനവോ ഭൂതമാത്ര ന ആത്മാനമന്യം ച വിദു പരം യത്. ഈ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തെ അക്ഷികളും മനസ്സും പഞ്ചഭൂതമായിരിക്കുന്ന ശരീരവും അതുപോലെ മനസ്സും ഇവരൊക്കെ ഭഗവാനെ കാണുന്നത് വേറെ രൂപത്തിലാണ്, അന്യം. അവർക്ക് മനസ്സിലാവുന്നില്ല ഞങ്ങളൊക്കെ നിലനിൽക്കുന്നത് ഭഗവാനുള്ളത് കൊണ്ടാണെന്ന്. ന വേദ, അവർ അറിയുന്നില്ല എന്ന് പറയാണ്. അപ്പം നമ്മുടെ ഇന്ദ്രിയങ്ങളും കാര്യങ്ങളൊക്കെ ഈ ശരീരമൊക്കെ നിലനിൽക്കാൻ കാരണം ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ഭഗവാനുള്ളത് കൊണ്ടാണെന്ന് അറിയുന്നില്ല. അതെന്തുകൊണ്ടാണ് അറിയാത്തത്? കാരണം അങ്ങനെ ആരും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നില്ല. എന്നാൽ നമ്മൾ അറിഞ്ഞില്ലെങ്കിലും ഉള്ളിലിരിക്കുന്ന ഭഗവാനാണെങ്കിലോ സർവജ്ഞം സർവം പുമാൻ വേദ. ഉള്ളിലിരിക്കുന്ന ഭഗവാൻ എല്ലാം അറിയുന്നു. ഭഗവാൻ അറിയാം ഞാനുള്ളത് കൊണ്ടാണ് ഇതെല്ലാം നിലനിൽക്കുന്നതെന്ന്. പക്ഷെ ഇതിനൊന്നും അറിയില്ല ഭഗവാനുള്ളത് കൊണ്ടാണ് ഞങ്ങൾ നിലനിൽക്കുന്നതെന്ന്. നമുക്ക് എത്ര വ്യത്യാസമുണ്ടെന്നുള്ളത്. ഇവിടെയാണ് നമ്മളോട് പൂർവികന്മാർ പറയുന്നത് നമുക്ക് അജ്ഞാനമുണ്ട് എന്ന്. അജ്ഞാനമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്തായിരിക്കും പറഞ്ഞത് പ്രകാരമുള്ള അർത്ഥം? ഈ ശരീരവും മനസ്സും നിലനിൽക്കുന്നതിന് കാരണം ഭഗവാനാണെന്ന് നമ്മൾ അറിയാത്തതിനെയാണ് അജ്ഞാനം എന്ന് പറയുന്നത്. അജ്ഞാനിനാം. അപ്പം നമ്മൾ ഗുരുക്കന്മാരുടെ അടുത്തൊക്കെ എന്തിനാ പോകുന്നത്? അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാം ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ആ ഗുരു എന്താ ചെയ്യുന്നത്? അജ്ഞാനതിമിരാന്തസ്യ, ഉള്ളിലുള്ള അജ്ഞാനമാകുന്ന തിമിരത്തെ മാറ്റണം. എന്നിട്ടോ ജ്ഞാനാഞ്ജനശലാകയാ, നമുക്കെന്താ തരുന്നത്? അപ്പം നമുക്ക് മനസ്സിലാവുകയാണ് ഈ ശരീരവും മനസ്സും നിലനിൽക്കുന്നതിന് കാരണം ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ഭഗവാൻ തന്നെയാണ്. ആ ചൈതന്യം കൊണ്ടാണ്. അത് ഭഗവാൻ അറിയുന്നു, എന്നാൽ നമ്മളൊട്ടും അറിയുന്നില്ല. എത്ര നോക്കൊരു ഭഗവാന്റെ ഒരു നമ്മളോടൊക്കെയുള്ള കാരുണ്യം. എന്നിട്ട് പറയുന്നു യഥോപരാമോ മനസോ നാമരൂപ രൂപസ്യ ദൃഷ്ടസ്മൃതി സംഭ്രമോഷാൽ ഈയതേ കേവലയാ സ്വസംസ്ഥയാ
ഹംസായ തസ്മൈ ശുചി സത്മനേ നമാം യതോ ഉപരരാമ മനസോ നാമരൂപരൂപസ്യ ദൃഷ്ടി സ്മൃതി സംഭ്രമോഷാൽ. എങ്ങനെയാണ് ഈ ഭഗവാനെ നമുക്കറിയാൻ സാധിക്കുക? അതിനെന്താ വഴി ഭഗവാനെ അറിയാൻ? മനസ്സെന്ന് പറയുന്നത്, ശ്രദ്ധിക്കണേ ഞാൻ പറയുന്നത്, നാമരൂപങ്ങളിൽ കുരുങ്ങി നിൽക്കുന്ന ഒന്നാണ്. മനസ്സിന് കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ എപ്പോഴും രണ്ട് കാര്യങ്ങൾ വേണം. ഒന്നുകിൽ മനസ്സിന് ഏതെങ്കിലും രൂപം വേണം, അല്ലെങ്കിൽ മനസ്സിന് എന്ത് വേണം? ഏതെങ്കിലും ശബ്ദങ്ങൾ വേണം. ശബ്ദത്തിലൂടെയോ അല്ലെങ്കിൽ രൂപത്തിലൂടെയോ മനസ്സിന് നിലനിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങിപ്പോവും. നിങ്ങൾ വെറുതെ ഇങ്ങനെ ചിന്തിക്കാതിരുന്ന് നോക്കൂ, എന്താ ഉണ്ടാവുക? വെറുതെ ചിന്തിക്കാതെ കുറച്ചു നേരം ഇരുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഉറങ്ങിപ്പോയി. കാരണം മനസ്സിനൊരു പിടുത്തവും ഇല്ലേ ഇവിടെ. മനസ്സിന് എന്തെങ്കിലും ഒരു ചിന്തിക്കാനൊരു വിഷയം വേണം. മനസ്സിങ്ങനെ ഒരു രൂപം വിട്ട് മറ്റൊരു രൂപം വിട്ട് ഒരു രൂപം വിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ രൂപങ്ങളൊന്നും വേണമെന്നില്ല, എന്ത് മതി? എന്തെങ്കിലും ഒരു ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നാൽ മതി. വെറുതെ ഒരു പാട്ട് കേട്ടാൽ മനസ്സവിടെ ഇരുന്നോളൂ. ഇതാണ് മനസ്സിൻ്റെ പ്രത്യേകതയെങ്കിൽ ഭഗവാനെ മനസ്സിലാക്കാൻ എന്ത് വേണം? നാമരൂപോ യഥാ ഉപരരാമ നാമരൂപസ്യ. നാമരൂപത്തിൽ നിന്നും ആരുപരമിക്കണം? മനസ്സുപരമിക്കണം. മനസ്സുപരമിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ വിട്ടുകൊണ്ട് വേണം ആരിലേക്ക് തിരിയാൻ? ഭഗവാനിലേക്ക് തിരിയാൻ. ഇത്തിരി പ്രയാസമുണ്ടത്. കാരണം നമ്മൾ നാമരൂപങ്ങളെ ഗ്രഹിച്ച് പെട്ടെന്ന് നാമരൂപമില്ലാത്ത ഒന്നിനെ പിടികൂടാൻ വളരെ പ്രയാസമായതുകൊണ്ടാണ് നമ്മുടെ ഋഷീശ്വരന്മാർ പറയുന്നത്, നിങ്ങളുടെ മനസ്സ് സമബുദ്ധിയിലെത്തുന്നത് വരെ നാമരൂപങ്ങൾ വിടരുതെന്ന്. ഏതെങ്കിലും ഒരു നാമത്തിലും ഒരു രൂപത്തിലും മുറുകെ പിടിക്കുമെന്ന് ഉപനിഷത്തിൽ പറയും. എങ്ങനെയാണ് ഭഗവാൻ നമുക്ക് അനുഭവം കാണിച്ചു തരുന്നത് എന്ന് പറയാണ് മുണ്ടകോപനിഷത്തിൽ. നായമാത്മാ പ്രവചനേന ലഭ്യ. കുറെ പ്രവചനം ചെയ്തതുകൊണ്ട് ന അയം ആത്മാ ലഭ്യ. ആരെ കിട്ടാൻ പോകുന്നില്ല? കുറെ നാമം ജപിച്ചതുകൊണ്ട് ഭഗവാനെ കിട്ടാൻ പോകുന്നില്ല. പ്രവചനം എന്ന് പറഞ്ഞാൽ കുറെ ശബ്ദമുണ്ടാക്കുക. കുറെ നാമം ജപിച്ചു, ഞാൻ രാമായണം വായിച്ചു, ഭാഗവതം വായിച്ചു, ഭഗവാനെ കിട്ടാൻ പോകുന്നില്ല. ശ്രദ്ധിക്കണേ ഞാൻ പറയുന്നത്. ഭഗവാനെ കിട്ടാൻ കുറെ ശബ്ദമുണ്ടാക്കിയത് കൊണ്ട് കാര്യമില്ല. നായമാത്മാ പ്രവചനേന ലഭ്യ ന മേധയാ ന ബഹുദാസുതേന ന മേധയാ. ഒരാൾക്ക് നല്ല ബുദ്ധി സാമർഥ്യമൊക്കെ ഉണ്ട്, അതുപോലെ ബഹുന ശ്രുതേന ഒരുപാട് സത്സംഗങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പം കുറേ സത്സംഗങ്ങൾ കേട്ടതുകൊണ്ടും കുറേ ബുദ്ധിയുള്ളതുകൊണ്ടും ആരെ കിട്ടാൻ പോകുന്നില്ല? ഭഗവാനെ കിട്ടാൻ പോകുന്നില്ല. അപ്പം കുറേ നാമം ചൊല്ലിയത് കൊണ്ട് കിട്ടാൻ പോകുന്നില്ല, കുറേ ബുദ്ധിയുള്ളത് കൊണ്ട് കിട്ടാൻ പോകുന്നില്ല, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ഭഗവാനെ കിട്ടാൻ കുറേ ശ്രവണം ചെയ്തതുകൊണ്ടും സാധ്യമല്ല. പിന്നെ ഇങ്ങനെയാണ് യമൈവേ ശവൃണതേ തേന ലഭ്യ. യമൈവേ യമ ഏവ വൃണുതേ. ആരാണോ തന്നെ സമർപ്പിക്കുന്നത് അവർക്ക് ലഭ്യ. അപ്പം ആർക്കാ കിട്ടുന്നത്? തൻ്റെ മനസ്സിനെ പരിപൂർണമായി ഭഗവാനിലേക്ക് സമർപ്പിക്കുന്നവർക്ക് മാത്രമേ ആരെ കിട്ടുള്ളൂ? ഭഗവാനെ കിട്ടുള്ളൂ. അവർക്ക് ഭഗവാൻ എന്ത് ചെയ്യും? പറയാണ് തസ്സേഷ ആത്മാ വൃണുതേ തനുസ്വം. അവർക്ക് തൻ്റെ സ്വരൂപം ഭഗവാൻ കാണിച്ചു കൊടുക്കുന്നു എന്ന് പറയണം. അപ്പോൾ തന്നെ ഭഗവാനിലേക്ക് സമർപ്പിക്കാൻ സാധിക്കാത്തൊരു വ്യക്തിക്ക് ഭഗവാനെ ഒരിക്കലും അനുഭവിക്കാൻ സാധ്യമല്ല. ഭട്ടതിരിപ്പാട് പറഞ്ഞതുപോലെ നമ്രാണാം സന്നിധത്തെ സതതമപി പുരസ്തൈ അനഭ്യർത്ഥിതാനപി കാമാനജസ്രം വിതരസി പരമാനന്ദസാന്ദ്രം ഗതിഞ്ച. അപ്പം നമ്മുടെ മനസ്സ് ഭഗവാനിലേക്ക് അങ്ങോട്ട് സമർപ്പിക്കണമെങ്കിൽ അതിനെന്താ വേണ്ടത്? എങ്ങനെയുള്ള മനസ്സായിരിക്കണം? സമബുദ്ധിയുള്ളൊരു മനസ്സ് നേടിയെടുക്കണം. അങ്ങനെയുള്ള മനസ്സ് നേടിയെടുത്താലേ ആ മനസ്സിനെ നമുക്ക് ഭഗവാനിലേക്ക് സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് നമ്മുടെയൊക്കെ അഭ്യാസം എന്ന് പറയുന്നത്. ഈ അഭ്യാസത്തിലൂടെ വേണം മനസ്സിനെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരാൻ. അപ്പോഴേ നമ്മുടെ മനസ്സ് ഉയരുകയുള്ളൂ എന്ന് പറയുകയാണ്. അതുകൊണ്ട് അപ്രകാരം നാമരൂപത്തിൽ നിന്നും മനസ്സിനെ വേർതിരിപ്പിച്ചുകൊണ്ട് മനസ്സിനെ ഉയർത്താൻ സാധിച്ചാൽ മനസ്സ് ഭഗവാനിലേക്ക് എത്തുന്നതാണ്. സ്വഭാവം മാറ്റാടത്തോടത്തോളം കാലം ആരിലേക്ക് എത്താൻ പറ്റില്ല? വളരെ പിടിവാശിയൊക്കെ വെച്ചിട്ട് കുറേ നാമം ജപിച്ചു, കുറേ ഭാഗവതം വായിച്ചു, കുറേ കേട്ടു. ഭാഗവതം പറയുന്നു കുറച്ചൊക്കെ ഗുണമുണ്ട്, ഇല്ല എന്നൊന്നും പറയില്ല. ഒരിക്കലൊരു കോടതിയിൽ
ഡൈവേഴ്സ് കേസ് വന്നു. ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റി പിരിഞ്ഞു. അപ്പം 5 വയസ്സുള്ള പെൺകുട്ടിയോട് ജഡ്ജി ചോദിക്കുകയാണ്, അപ്പം മോളുടെ അച്ഛനും അമ്മയും ഇനി ഒരുമിച്ച് ജീവിക്കില്ല എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. മോൾക്ക് വിഷമമുണ്ടോ ചോദിച്ചു. ഒട്ടും വിഷമമില്ലായിരുന്നു. അപ്പം മോൾക്ക് ഇപ്പം ആരുടെ കൂടെ പോകാനാ താല്പര്യം എന്ന് വെച്ചു. എല്ലാവരും നോക്കിയിങ്ങനെ മോളുടെ മുഖത്തേക്ക്, അച്ഛനും നോക്കുന്നുണ്ട്, അമ്മയും നോക്കുന്നുണ്ട്. അപ്പം മോള് പറഞ്ഞു, എനിക്ക് 2 പേരുടെ കൂടെ പോകാൻ താല്പര്യമില്ല എന്ന്. അപ്പോൾ ജഡ്ജി ചോദിച്ചു അതെന്താണെന്ന്. പറഞ്ഞു, അച്ഛനും തല്ലും അമ്മയും തല്ലും, ഇവർക്ക് 2 പേർക്കും ഭയങ്കര പിടിവാശി, ഒരാളും അഡ്ജസ്റ്റ് ചെയ്യില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല. അതുകൊണ്ട് പിടിവാശിക്കാരുടെ കൂടെ എനിക്ക് പോകണമെന്നില്ല. പിന്നെ ആരുടെ കൂടെയാണ് പോവാന്ന്? പിടിവാശിയില്ലാത്ത ഒരാളുടെ കൂടെ ഞാൻ പോവുള്ളൂ എന്ന്. അവർ പിടിവാശിയുള്ളവരുടെ കൂടെ ഞാൻ പോകുന്നില്ല എന്ന് മോള് പറഞ്ഞതുപോലെ, ഒരു പിടിവാശിയുള്ള ഒരാൾക്കൊരിക്കലും മനസ്സിനെ ഉയർത്താൻ സാധ്യമല്ല. നമ്മളത് മാറ്റിയെടുക്കുക തന്നെ വേണം, വേറെ വഴിയൊന്നുമില്ല. അതാണ് ഗീതയിൽ ഭക്തന്റെ ലക്ഷണം പറയുമ്പോൾ പറയുന്നത്, തുല്യനിന്ദാസ്തുതിർ മൗനി സന്തുഷ്ടോ യേന കേനചിൽ അനികേതസ്ഥിരമതിർ ഭക്തിമാൻമേ പ്രിയോ നര. ഇങ്ങനെ അനവധി തവണ ഭഗവാൻ ആവർത്തിക്കുന്നു ഈ കാര്യങ്ങൾ. അപ്പം തുല്യനിന്ദാസ്തുതിർ മൗനി, നിന്ദിച്ചാലും പരിഹസിച്ചാലും മനസ്സ് എങ്ങനെയിരിക്കണം? ആ സമബുദ്ധിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നം ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ആരനുഭവിക്കാം? കേവലയാ സ്വസംസ്ഥയാ, തൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനെ തന്നെ അനുഭവിക്കാൻ സാധിക്കും. അതാർക്ക് സാധിക്കും? മനീഷിണോന്തർഹൃതി സന്നിവേശിതം സശക്തിവിനവഭിശ്ചത്രിവദ്ഭീം വഗ്നിം യഥാദാരുണി പാഞ്ചദസ്യം മനീഷയാ നിഷ്കഷന്തിഗൂഢം. മനീഷിനോ അന്തർഹൃതി സന്നിവേശിതം. ഓരോ ശ്ലോകങ്ങളും നിങ്ങൾ എടുത്തു നോക്കൂ. ഭഗവാനെ തൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന അനന്തശക്തിയായിട്ട് തന്നെ കണ്ടുകൊണ്ട് പറയുന്നു. സശക്തിവിർ നവഭിശ്ചത്രിവദ്ഭി. ഈ ശക്തി കൊണ്ടാണ് 9 ശക്തികളും അതുപോലെ ത്രിവദ്ഭി 3 ശക്തികളും പ്രവർത്തിക്കുന്നത്. 9 ശക്തി എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റേത്. അതായത് 9 ശക്തി ശരീരത്തിൻ്റേത്. ഈ ശരീരത്തിൽ 9, അതൊക്കെ നമ്മൾ കണക്ട് ചെയ്യണം. ഈ ശബ്ദങ്ങളൊക്കെ വായിക്കുമ്പോണ്ടല്ലോ നേരത്തെ പറഞ്ഞതൊക്കെ മനസ്സിൽ കിടക്കണം. ശരീരത്തിൽ 9 ദ്വാരങ്ങളാണ്. നവദ്വാരേ പുരേ ദേഹി. ഈ ശരീരത്തിൽ 9 ദ്വാരങ്ങളാണ്. അപ്പോൾ നവദ്വി 9 ദ്വാരങ്ങളുള്ള ശരീരവും ത്രിവി എന്ന് പറഞ്ഞാൽ 3. മനസ്സിൽ 3 ഗുണങ്ങളാണ്. തമോ ഗുണം, രജോ ഗുണം, സത്വഗുണം. അപ്പം ഈ 3 ഗുണങ്ങളുള്ള മനസ്സും 9 ദ്വാരങ്ങളുള്ള ശരീരമൊക്കെ ഇതൊക്കെ വർത്തിക്കുന്നത് സശക്തിപേർ ഹൃദി സന്നിവേശിതം. ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന പരമാത്മാവാകുന്ന, ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാകുന്ന ഭഗവാന്റെ ശക്തി കൊണ്ടാണ്. ഏതുപോലെ വഗ്നിം യഥാദാരുണി പാഞ്ചദസ്യം മനീഷയ നിഷ്കഷന്തിഗൂഢം. അരണി കടഞ്ഞ് അഗ്നി എടുക്കുന്നത് പോലെ. അഗ്നി പുറത്തുനിന്ന് വരുന്നതല്ല, ആണോ? അരണിയിൽ തന്നെ എന്തുണ്ട്? അഗ്നിയുണ്ട്. പക്ഷെ അത് കടഞ്ഞ് അവിടെ ചൂട് ജനറേറ്റ് ചെയ്ത് അപ്പോഴാണ് അവിടെ നിന്ന് അഗ്നി ഉണ്ടാവുന്നത്. ഇതുപോലെ നമ്മളിൽ തന്നെ നിറഞ്ഞിരിക്കുന്ന ഭഗവാനിലേക്ക് മനസ്സ് ചേർത്ത് ഉരസുമ്പോഴേ, ആ ഒരു അരണി കടയുന്നത് പോലെ നമ്മൾ ഉരസുമ്പോഴേ നമ്മൾ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ശക്തിയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഏതെങ്കിലും ഉപായത്തിലൂടെ, നാമസങ്കീർത്തനത്തിലൂടെയോ അല്ലെങ്കിൽ പ്രാണായാമത്തിലൂടെയോ അല്ലെങ്കിൽ നിഷ്കാമ സേവനത്തിലൂടെയോ അല്ലെങ്കിൽ ഏകാഗ്രമായ ധ്യാനത്തിലൂടെയോ ഏതെങ്കിലും ഒരു പ്രക്രിയയിലൂടെ കേനപ്രകാരേണ മനഃകൃഷ്ണേ നിവേശയൽ. മനസ്സിനെ ആരിലേക്ക് നയിക്കണം? ഭഗവാനിലേക്ക്. അത് നമ്മൾ അഭ്യസിക്കണം. അപ്രകാരം അഭ്യസിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. യദ്യന്നിരുക്തം വജസാ നിരുക്തം ദിയാക്ഷഭിരിവാ മനസാവോദയസ്യ മാഭൂസ്വരൂപം ഗുണരൂപം തത്തൽ സവേ ഗുണാപായ വിസർഗലക്ഷണ. യദ്യന്നിരുക്തം വജസാ നിരൂപിതം. അതിനെ ഇന്നതെന്ന് നിരുക്തം, ഇന്നതെന്ന് വജസാ നിരൂപിതം, വാക്കുകൊണ്ട് നിരൂപിക്കാൻ സാധ്യല്ല. ദിയാ അക്ഷഭിരുവ മനസാ, മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ഭഗവാൻ ഇന്നതാണെന്ന് പറയാൻ സാധ്യല്ല. കാരണം സ്വരൂപം മാ, ഭഗവാന് പ്രത്യേകിച്ചൊരു രൂപവുമില്ല. ഇപ്പം ഈ യുക്തിവാദികൾക്ക് ഏറ്റവും എനിക്ക് തോന്നുന്നു ഈശ്വരനോട് വളരെ അടുക്കാൻ സാധിക്കുന്നവരാണ് യുക്തിവാദികൾ. കാരണം ഭാരതീയരെ സംബന്ധിച്ച് ഈശ്വരൻ എന്താണെന്നുള്ള ചോദ്യത്തിനുണ്ടല്ലോ ഉത്തരം. എന്താ ഉത്തരം എന്ന് പറയോ?
ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഋഷിമാർക്ക് പറയാനുള്ളത്, ശിഷ്യന്മാരെ എന്ന് ഋഷിയുടെ അടുത്ത് ചോദിക്കുകയാണ്, ഗുരുവിൻ്റെ അടുത്ത്, ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ ഉത്തരം? നേതി നേതി. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഇതല്ല ഇതല്ല ഇതല്ല. ഒരിക്കൽ ആചാര്യ വിനോബാവയുടെ അടുത്ത് ഒരു പണ്ഡിതയായിട്ടുള്ളൊരു അമ്മ വന്നു. എന്നിട്ട് പറഞ്ഞു, അങ്ങ് ഈശ്വരനെയൊക്കെ അനുഭവിച്ച ആളാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്, എനിക്ക് ഈശ്വരൻ ആരാന്നൊന്ന് അറിയണം, അപ്പോൾ അങ്ങൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്ന്. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ആചാര്യ വിനോബാവി എന്ത് ചെയ്തു? കുറച്ച് മുന്തിരി മുന്നിലേക്ക് വെച്ചിട്ട് പറഞ്ഞു, ഇതാണ് ഈശ്വരൻ എന്ന്. അപ്പം അമ്മ പറഞ്ഞു, ശേ, ചീപ്പാക്കരുത് എന്നെ. അപ്പോൾ കുറച്ച് ഓറഞ്ച് ഉണ്ടായിരുന്നു, അതെടുത്ത് വെച്ച് കൊടുത്തു. എന്നാൽ ഇതായിക്കോട്ടെ ഈശ്വരൻ. പറഞ്ഞു, ഇതല്ല ഈശ്വരൻ. പിന്നെ അവിടെ കുറച്ച് ആപ്പിൾ ഉണ്ടായിരുന്നു, അത് വെച്ച് കൊടുത്തു. ഇതുമല്ല ഈശ്വരൻ. എന്ത് അദ്ദേഹം എടുത്തു വെച്ചാലും അവർ പറയും ഇതല്ല ഇതല്ല. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഇതന്നെയാ ഋഷിമാരും പറഞ്ഞത്. എന്ത്? ഇതല്ല 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 ഇതല്ല.